ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഇടാൻ വന്ന വീഡിയോ ഞാനിപ്പോൾ വാങ്ങിയ ഗ്രൈൻഡറിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇത് ഒരു അത്യാവശ്യം വില കുറഞ്ഞ ഒരു ഗ്രൈൻഡറാണ്. 3800 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ടെക്നിക്കൽ ഡീറ്റെയിൽസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ വോൾട്ടേജ് 230 വോൾട്ട്, AC 50 ഹെർട്സ്, കപ്പാസിറ്റി 2 ലിറ്റർ, വാട്ടേജ് 200 വാട്ട്സ്, മോട്ടോർ സ്പീഡ് 1450 RPM. പിന്നെ വാറണ്ടി 5 വർഷവും, അത് മോട്ടറിനും ഈ പ്രോഡക്റ്റിനും 5 വർഷത്തെ വാറണ്ടി ഉണ്ടെന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മോഡല് പ്രസ്റ്റീജ് വെർണ വെറ്റ് ഗ്രൈൻഡർ, 5 ഇയർ വാറണ്ടി ഓൺ മോട്ടർ ആൻഡ് പ്രോഡക്റ്റ് എന്ന് വളരെ കൊടുത്തിട്ടുണ്ട്. ഇത് എളുപ്പമുള്ളതാണ്, ശാന്തമാണ്, ഹൈ ക്വാളിറ്റി ഗ്രൈൻഡിങ് സ്റ്റോൺ ആണ്, ഹെവി ഡ്യൂട്ടി മോട്ടറാണ്, കോമ്പാക്ട് ടേബിൾ ടോപ്പ് ഡിസൈൻ. ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നൊക്കെയാണ് തിരിയിട്ടേക്കുന്നത്. ഇതിന്റെ MRP കിടക്കുന്നത് 5435 രൂപയാണ്. നമുക്കിതിനെ ചെലവാക്കിയേക്കുന്ന തുക, ഇതിന്റെ ബില്ല് ഇതാണ്. 3805 രൂപയാണ് നമുക്ക് ഇതിനകത്ത് ടോട്ടൽ പ്രൈസ് അയക്കുന്നത്. ഇത് വീടിനടുത്തുള്ള ഷോപ്പിൽ നിന്നും, പ്രസ്റ്റീജിന്റെ ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഇതാണ് ഐറ്റം. ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ ഉൾവശം. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം കുറച്ച് ദിവസമായി വാങ്ങിയത്, കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് നമുക്കിങ്ങനെ ഇളക്കി പൊക്കിയെടുക്കാം. നോക്കാം, ഇങ്ങനെയാണത്. പിന്നെ ഇങ്ങനെ എടുത്ത് ഇതിനകത്തിടാം. എടുത്തിടാം. അതിനുശേഷം ഈ ഒരു വെക്കാം. പിന്നെ അതിന്റെ മുകൾ ഭാഗത്ത് ഈ ഒരു സാധനമുണ്ട്, അതിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ പിന്നെ ഇത് നമ്മൾ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു കീടങ്ങളൊന്നും ഇതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊടികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ ഈ ബാക്ക് സൈഡിലാണ് അതിന്റെ കോഡ് വരെ വരുന്നത്. നോക്കാം. എടുത്ത് നമുക്ക് പ്ലഗ് പോയിന്റിൽ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് ഓണായി കാണിക്കാം. ഇതിപ്പോൾ ഞാനൊരു പവർ പ്ലഗിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 വാട്ട്സ് ആണ് ഇതിന്റെ കപ്പാസിറ്റി. നോക്കുക, 230 വോൾട്ട് AC-യിലാണ് കണക്ട് ചെയ്യേണ്ടത്. 2 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. 200 വാട്ട്സ് ആണ് ഇതിന്റെ വാട്ടേജ് എടുക്കുന്നത്, പവർ എടുക്കുന്നത്. 1450 RPM ആണ് ഇതിന്റെ കറക്കം. പിന്നെ ഇതിന്റെ സ്വിച്ച് ഇവിടെയാണ്. ഈ ഒരു ബ്ലാക്ക് സ്വിച്ച് ആണ് ഇത്. ഇത് നമുക്ക് പ്രസ് ചെയ്യുമ്പം അത് ഓൺ ആവും. നോക്കുക, നൂറ്റി 178 വാട്ട്സ് ആണ് ഇപ്പൊ എടുക്കുന്നത്. 179 വാട്ട്സ്. ഇത് നോ ലോഡിലാണ് കറങ്ങുന്നത്. ഓഫാക്കാം. ലോഡില്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാണ്. 178 വാട്ട്സ്, 200 വാട്ട്സ് ആണ്. അതായത് നമ്മൾ ലോഡ് കൊടുക്കുമ്പം, അതായത് അതിനകത്ത് ഉഴുന്ന് അരിയൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ ഏകദേശം 200 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് റൺ ആവും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കാറ്റലോഗിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാരണ്ടി സീലൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ സോക്കിംഗ് ടൈം, അതായത് കുതിർത്ത് വെക്കേണ്ട സമയം എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1.25 കിലോ അരി നമ്മൾ ഇടുകയാണെങ്കിൽ 1.25 കിലോ അരി 4 മണിക്കൂർ കുതിർത്തിട്ട് അത് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. 300 ഗ്രാം ഉഴുന്ന് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം 20 മിനിറ്റ് കൊണ്ട് അരച്ചെടുക്കാം. 250 ഗ്രാം മസാല നോട്ട് റിക്വേർഡ്, 20 മിനിറ്റ് കൊണ്ട്, അതായത് കുതിർക്കേണ്ട കാര്യമില്ല, 20 മിനിറ്റ് കൊണ്ട് അരച്ചെടുക്കാം എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇത് പാകമാക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ, കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത്
എടുത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദോശ ഇഡ്ഡലിയൊക്കെ എങ്ങനെയാ ചെയ്യണമെന്നുള്ള ടിപ്സുകളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മാവ് തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഗ്രൈൻഡറിനകത്ത് നമ്മൾ അരി ദോശ അരയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുവാൻ സാധിക്കും. മിക്സിയിൽ ഉണ്ടാക്കുന്നതും ഗ്രൈൻഡറിൽ ഉണ്ടാക്കുന്ന ഇഡലി ദോശയും നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ സാധിക്കും ടേസ്റ്റിനകത്ത്. മിക്സിക്കകത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സിക്കകത്ത് അരയ്ക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഗ്രൈൻഡറിനകത്ത് അരയ്ക്കാൻ സാധിക്കത്തില്ല. മിക്സിക്കകത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ നമ്മൾ ചോറ് ചേർക്കും, അതല്ലെങ്കിൽ പുഴുക്കലരി ചേർക്കും. എന്നാൽ ഗ്രൈൻഡറിനകത്ത് അരയ്ക്കുമ്പോൾ അതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് മാവ് പാകമാവും. അതാണ് എൻ്റെ പ്രത്യേകത. മിക്സിക്കകത്ത് നമ്മൾ ഹൈ സ്പീഡിലാണ് നമ്മൾ അരി അരയ്ക്കുന്നത്, എന്നാൽ ഗ്രൈൻഡറിനകത്ത് പതുക്കെയാണ് അരയ്ക്കുന്നത്. നോക്ക്, മിക്സി 750 വാട്ട്സ് എന്നാണ് അതിനകത്ത് കിടക്കുന്നത്. അതേസമയം ഗ്രൈൻഡർ വാട്ടേജ് 200 വാട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഗ്രൈൻഡറിനകത്ത് അരച്ച ഉണ്ടാക്കിയ ഇഡലിയാണ്. അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം ഇഡലിയുടെ സോഫ്റ്റ്നെസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നോക്കുക, ഉൾഭാഗമൊക്കെ നോക്കുക. ഇത് തുറക്കും, ഇത് ഇങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അത്രയ്ക്ക് നമുക്ക് നല്ല ടേസ്റ്റ്, നമുക്ക് നല്ല പഞ്ഞി പോലുള്ള ഇഡലി നമുക്ക് ഗ്രൈൻഡറിനകത്ത് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പം ശ്രദ്ധിക്കുക, ഗ്രൈൻഡറിനകത്ത് നമ്മൾ അരി അരയ്ക്കുമ്പം പുഴുക്കലരിയോ അല്ലെങ്കിൽ മാവ് പാകമൊക്കെ ആവാൻ വേണ്ടിയിട്ട് പുഴുക്കലരിയോ, പിന്നെ അതുപോലെ ഉലുവയോ, അതുപോലെ ഈ ചോറോ ഒന്നും അരക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചോറൊക്കെ അരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിക്കും. അപ്പൊ നമുക്ക് മാവിന് പുളി കൂടുതൽ. അപ്പം മിക്സിക്കകത്ത് അരയ്ക്കുന്നതും ഗ്രൈൻഡറിനകത്ത് അരയ്ക്കുന്നതും രണ്ട് രീതിയിലാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടിനെ കറണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഇപ്പൊ 250 വാട്ട്സിനകത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് അരയ്ക്കുന്നത്, ഗ്രൈൻഡറിന്റെ 200 വാട്ട്സിനകത്ത് 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എടുത്ത് അരച്ചാലും ഏകദേശം സെയിം പവർ തന്നെയായിരിക്കും കൺസപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ കറണ്ട് ചാർജ് രണ്ടും അങ്ങനെ വലിയ കൂടക്കൊന്നുമില്ല, കറണ്ട് സെയിം ആയിരിക്കും കറണ്ട് ചാർജ്. അപ്പം ദോശ ഇഡലിയൊക്കെ നമുക്ക് നടപടിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യാവുന്നതും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഗ്രൈൻഡർ. പിന്നെ ഇതിനകത്ത് വിലക്കുറഞ്ഞ മോഡലാണ്, 3500 മോഡലാണ്. പിന്നെ ഇതിനകത്ത് തേങ്ങ തിരുമുന്ന സൗകര്യമില്ല, പിന്നെ അതുപോലെ ആട്ട കുഴയ്ക്കുന്ന സൗകര്യമില്ല. ചപ്പാത്തി കുഴയ്ക്കാൻ ഈ ഒരു മിക്സിക്കകത്ത് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. നീഡർ ഉള്ള ഒരു മിക്സിയാണിത്. ഇതാണ് അതിന്റെ ചപ്പാത്തി കുഴയ്ക്കുന്ന ഈ മിക്സിക്കകത്തുള്ള നീഡർ. അപ്പം ചപ്പാത്തി കുഴയ്ക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു 3500 ഗ്രൈൻഡർ വാങ്ങിയതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്തരമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ക്ഷമയോടുകൂടി എന്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി. താങ്ക് യു.